ഹലോ, ഐം ഫൈസി. ദിസ് ഈസ് ഷംസി. വെൽക്കം ടു PKD പാർട്ട്നേഴ്സ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ക്വിസ് ആൻഡ് ചലഞ്ചസ് ആണ്. നേരം വൈകാതെ എളുപ്പം വീഡിയോ. ചമ്മു, നമ്മളിപ്പോ ചാലഞ്ച് ചെയ്യാൻ പോകുന്നില്ലേ, അതിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് പറഞ്ഞു. കണ്ടീഷൻസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അത് തെറ്റിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു ലോട്ട് എടുക്കുക, അതിൽ എന്താണോ ഉള്ളത് അത് ചെയ്യാം. അതായത് ഭാഗ്യക്കുറി, ഭാഗ്യമുള്ളതുപോലെ കിട്ടും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ശരി, അതും ഓക്കെ. ഇവിടെ കുറച്ച് സാധനങ്ങൾ നീ വെച്ചിട്ടുണ്ടല്ലോ, അതെന്താണ്? അത് നോക്ക്, അതൊക്കെ കാണിച്ചു കൊടുക്കും ഫസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ട സാധനങ്ങളൊക്കെ തന്നെ. ചമ്മു, എന്താ സംഭവം? ഒന്നുമില്ല, ഈ ലോട്ട്സിൽ ഇതൊക്കെയാണ് ഉള്ളത്. പഞ്ചസാര, പച്ചമുളക്, ലോലിപോപ്പ്, ഉപ്പ്, ബിസ്ക്കറ്റ്. വലിയ പണി പറയാനുള്ള പണിയൊന്നുമില്ല, പച്ചമുളക് മാത്രമാണ് അത്യാവശ്യം പണി. അതിന് ഭാഗ്യം എങ്ങനെ കിട്ടണോ അങ്ങനെ അല്ലേ? ഇക്കാക്ക് മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് പച്ചമുളക് കിട്ടായിരുന്നു അത്രയും നല്ലത്. നിനക്ക് പച്ചമുളക് കിട്ടുന്നുള്ള ഉറപ്പുണ്ടോ? ഇപ്പൊ പറയാം. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നെങ്കിൽ നിനക്ക് 2 പ്രാവശ്യമെങ്കിലും പച്ചമുളക് കിട്ടണം. ആകെ ഒരെണ്ണേ എഴുതിയിട്ടുള്ളൂ, പിന്നെ എങ്ങനെ 2 പ്രാവശ്യം കിട്ടാൻ? എന്തായാലും 2 പ്രാവശ്യം ലോട്ട് എടുക്കുമല്ലോ, തെറ്റുത്തരം. ഓക്കെ, എന്നാ നമുക്ക് ചാലഞ്ചുള്ളിൽ പോയാലോ? അല്ല ചമ്മു, ക്വസ്റ്റ്യൻ ഫസ്റ്റ് നീ സ്റ്റാർട്ട് ആക്കണം, ഞാൻ സ്റ്റാർട്ട് ആക്കണം? ഞാൻ സ്റ്റാർട്ട് ആക്കില്ല, ഫസ്റ്റ്. അല്ല, ലേഡീസ് ഫസ്റ്റ്. ഇതാണ് വേൾഡിൽ എല്ലാരും പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കാര്യത്തിനെ നടക്കുന്ന രീതിയിൽ വേണ്ട, മാറ്റിപ്പിടിക്കാം. വെറൈറ്റി ട്രോസ് ഇടണം. വേണ്ട, എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഒന്നിലും ഭാഗ്യമില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ ഫസ്റ്റ് തുടങ്ങാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പല്ലുള്ള അനിമൽ ഏതാ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് വേണമെങ്കിൽ ടൈമർ സെറ്റ് ആക്കാം, ഇല്ലെങ്കിൽ കൗണ്ട് ഡൗൺ, അങ്ങനെ. അതൊന്നും വേണ്ട. ഫൈസൽ. ഇത് ഏറ്റവും കൂടുതലല്ല, ഇത് എക്സ്ട്രാ കുട്ടിക്ക്. ഓക്കെ, അറിയില്ല. അപ്പൊ അറിയില്ല. എന്നാ റെഡി, തുടങ്ങിക്കോ. നമ്മള് പാർട്ട്ണറായ സ്ഥിതിക്ക് ഇക്കെടുത്താ മതി. പച്ചമുളക് കിട്ടണേ. പച്ചമുളക് എന്നെ കൊണ്ട് തീറ്റിക്കും. ഞാൻ ഓപ്പൺ ചെയ്യാം. ഞാനാ ഓപ്പൺ ചെയ്യണ്ട, നിന്റെ വക ഞാൻ എടുത്തിട്ട് നീ എന്തിനു ഓപ്പൺ ചെയ്യണം? ഷുഗർ കാണുന്നുണ്ടോ? ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം, ഈ വേണമെങ്കിൽ കഴിപ്പിച്ചോ. ഓക്കെ, റെഡി. അപ്പൊ അങ്ങനെ ജയിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഞാൻ ജയിച്ചിരിക്കുന്നു. മടക്കി വെക്ക്. ഇതിൽ തന്നെ ഇടില്ല, അത് ഇതിലിടണം. ഇത് കഴിഞ്ഞല്ലോ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ എന്റെ ക്വസ്റ്റ്യൻ ഒഴിഞ്ഞു നോക്കാൻ പാടില്ല. നമുക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുക്കാം. എപ്പോഴും മഴ പെയ്യുന്ന രാജ്യം. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ഫണ്ണി ആയിട്ട് തന്നെ തിങ്ക് ചെയ്യാം. എപ്പോഴും മഴ പെയ്യുന്ന, ഇക്കാനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. നല്ല രീതിയിൽ ആലോചിച്ചോ. ഇക്കാനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം പറഞ്ഞ ഇക്ക നല്ല രീതിയിൽ ആലോചിക്കണം. ബഹ്റൈൻ. അതെ, അതിനെ ക്ലൂ കൊടുത്തോണ്ടാണ് ഇക്ക ബഹ്റൈനിലായിരുന്നു. അപ്പൊ ഇനി ആൻസർ പറഞ്ഞാൽ നീ ഇത് എടുക്കണം, അങ്ങനെയുണ്ട്. ഇത് മൊത്തത്തിൽ ഞാൻ തന്നെ കഴിക്കണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കാം. വേണ്ട, ഇപ്പൊ ഞാൻ നോക്കാം. താങ്ക് യു. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ കഴിച്ചു കാണിക്കുന്നില്ല, കഴിച്ചോളാം. അല്ല, കഴിക്കാം. അത് പറ്റൂല. ചലഞ്ച് പറയുമ്പോ അത് ചെയ്യണല്ലേ, അതല്ല എനിക്ക്. ആദ്യമായിട്ടാണ് ഒരു ലോലിപോപ്പ് കൊണ്ട് ചെയ്യുമ്പോ അതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം കൂടി. ഒരു കവറല്ലേ? അതന്നെ, ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്താല് കിട്ടുന്നതാണ്. വീഡിയോ 1 മണിക്കൂർ. ഇത് ലോലിപോപ്പ് അൺബോക്സിംഗ് ആണ് കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി ചോക്ലേറ്റ് ലോലിപോപ്പ്.
കിട്ടില്ല കിട്ടില്ല. ജസ്റ്റ് ഒരു ലിക്ക് ചെയ്തിട്ട് വെച്ചോ. ഇല്ല ഞാൻ ഫുള്ളായിരുന്നു. ശരി വെച്ചോ. നെക്സ്റ്റ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇപ്പൊ ചോദിച്ചോ. ഞാൻ ക്ലൂ ഒന്നും തരില്ല നീ തന്ന പോലെ. ഞാൻ ക്ലൂ അതൊന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലൂ ഞാൻ തരാൻ അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ടഫ് ആയിരിക്കും. നീ ആയിട്ട് എന്നോട് ക്ലൂ തന്നപ്പോ ഞാനായിട്ട് ചോദിക്കും. ഓക്കെ. കേരളത്തിന്റെ മീനിങ് എന്താണ്? കേരളത്തിന്റെ മീനിങ്ങോ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കേരള? എനിക്ക് ക്ലൂ വേണം. കേരളത്തിനൊക്കെ മീനിങ് പറയുമ്പോ ഞാനും GK ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ തന്നെയാണ് നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നത്. പക്ഷെ ഫണ്ണി ക്വസ്റ്റ്യൻസ് അങ്ങനെ പ്രീ പ്ലാൻ ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആൻസർ പറ. കേരളത്തിന്റെ മീനിങ് ഫണ്ണി ക്വസ്റ്റ്യൻ ആണോ? അല്ല GK കേരളത്തിന്റെ മീനിങ് എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കേരള? നമ്മുടെ നാട്ടിലെ മീനിങ് എന്തെന്നുള്ള അറിഞ്ഞു വെക്കണ്ടേ അല്ലേ? നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ സ്വന്തം നാടാണോ? അല്ല അങ്ങനെയാണല്ലോ കേരളത്തിന് അല്ല അത് പൊതുവെ പറയണ ഒരു എന്താ പറയാ ഒരു പെറ്റ് നെയിം പോലെയാണ് വെച്ചത്. പക്ഷെ റിയാലിറ്റിയിൽ കേരളം അല്ല. അത് കേരളത്തിനെ കവികളൊക്കെ ശരി ഓക്കെ അതന്നെ അത് പ്രൗഡ് കൊടുക്കണത് ഒരു എന്താ പറയാ. ശരി ഓക്കെ അത് കൂടി അതിനുള്ളിൽ പോണ്ട. മറ്റേ ആൻസർ പറ. അറിയില്ല. കേരളത്തിന്റെ മീനിങ് ലോട്ട് ഓഫ് ദ കോക്കനട്ട് കൺട്രി. ഞാൻ പിന്നെ എന്ത് പറഞ്ഞു? അധികം തെങ്ങുള്ള രാജ്യമാണ് കേരള. ഞാൻ എന്താ വിചാരിച്ച് ഞാന് മറ്റേ ദൈവത്തിന് സ്വന്തം നാട് അതന്നെയാണ് ഈ ഉദ്ദേശിച്ച് വിചാരിച്ചു. അതായത് കേര എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി അങ്ങനെയാണ് ഈ ഉദ്ദേശിച്ചത്. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഇത് ഫൗളാണ് ഗൈസ്. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. എന്താണെങ്കിലും എടുക്കണം. അയ്യോ സോൾട്ട് അങ്ങനല്ല ഞാൻ തരും. തിന്നണം. അതാണ് ചാലഞ്ച്. ഫുള്ളായി തിന്നണം കേട്ടാ. എളുപ്പം തിന്ന്. അടുത്ത ക്വസ്റ്റ്യൻ പോകണ്ടേ? നീയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഷഫിൾ ആയിട്ടാ. സെയിം സാധനം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കാം ഗൈസ്. എത്ര ടഫ് ആണെങ്കിലും ഞാൻ മുളക് തിന്നിട്ട് വരും തോന്നുന്നുണ്ട്. ഓക്കെ. ആളുകള് എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം. അയ്യോ പെട്ട് ഗൈസ്. അപ്പൊ അതൊന്ന് മലയാളം ഇംഗ്ലീഷിലൊന്ന് എക്സ്പ്ലെയിൻ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മാത്രമേ അത് അതിന്റെ ആൻസർ ആവുള്ളൂ. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് എന്റെ ഇഷ്ടമാണ്. അത് ഞാൻ ചിലപ്പോൾ മലയാളത്തിൽ ചോദിക്കും ഇംഗ്ലീഷിൽ ചോദിക്കും. ഈ ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ക്ലൂ ഒക്കെ തന്ന് ഫസ്റ്റ് ആണ് ജയിപ്പിച്ചപ്പോ എനിക്ക് അഹങ്കാരം. നോക്കി ഇനിയും ഉണ്ടല്ലോ. ഇനിയും എനിക്ക് വെള്ളം വേണം. സോറി അറിയില്ല. എടുത്തോ എടുക്ക്. വേഗം എടുക്കണം. അയ്യോ വീണ്ടും ലോലിപോപ്പ്. ഇത് കൊടുക്കുന്നതല്ല ഗൈസ്. അത് എന്റെയാണോ? ഇനി ലോലിപോപ്പ് കൊടുക്കില്ല. കടിക്കാനും പറ്റില്ല. അതൊക്കെ എനിക്ക് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയും ലോട്ട് എടുക്കാൻ. ലോകത്ത് ഏറ്റവും നീളം കൂടിയ നാവുള്ള വ്യക്തി ആരാണ്? ലോങ് ടങ് പേഴ്സൺ. അയ്യോ എനിക്കറിയാം. ഒരു ലേഡിയാണ്. പക്ഷെ ലേഡിയല്ല, അത് ഓൾഡ് ആണ്. ഇപ്പൊ ന്യൂ ആയിട്ട് ആരാണ്? എന്റെ അറിവിൽ അതൊരു ലേഡിയാണ്. അവരുടെ പേരൊന്നും അറിയില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്നോട് ഇത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫണ്ണി ക്വസ്റ്റ്യൻസ് എന്നാ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഇതാക്കി.
ചീറ്റ് ചെയ്തു ഗൈസ്. ശരി എന്നാലും പറ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. ഒരു ലേഡിയാണ്, എനിക്ക് പേരറിയില്ല, ഒരു ലേഡിയാണ്. ഒരു ലേഡിയാണ്, അത്ര എനിക്കറിയാം. ലേഡിയല്ല അത്. അപ്പൊ ഇയാണ് എടുക്കണ്ടിന്ന അല്ല അങ്ങനെ തന്നെ മറന്നു. അപ്പൊ മറന്ന ആളാണ് എടുക്കണ്ടി. ഏത് പച്ചമുളക് അല്ലേ? അത് വേണ്ട, അത് വേണ്ട. മറന്നത് എന്റെ മിസ്റ്റേക്ക് അല്ല. പച്ചമുളക് വരാൻ പാടില്ല. കഴിക്ക് കടിച്ച് കഴിക്കണം. എങ്ങനെയൊന്നും കഴിച്ചാൽ പറ്റില്ല, ഇങ്ങനെ കഴിച്ചാൽ പറ്റില്ല. ഇത്ര തന്നെ ഒരു മുളക് ഫുള്ളായിട്ട് കഴിക്കാൻ പാടില്ല. എന്നാ ഞാനൊരു കടി തരാം. അത് എനിക്കല്ല ഫസ്റ്റ്. ഓക്കെ, ഒരാൾ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, പറ്റില്ല. ഞാൻ ഉപ്പ് ഇതിന് വെള്ളം കൂടി കുടിച്ചിട്ടില്ല, അറിയോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി. നമുക്ക് ഒന്നുകൂടി അടുത്ത് നോക്കാം. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എന്തായാലും നിനക്ക് ആൻസർ കിട്ടും. അല്ല നീയാ ചോദിക്കണ്ടേ? സോറി, ഞാനായിരുന്നു ഇപ്പൊ ചോദിച്ചേ. വീഡിയോ ലെങ്ത് ആയിട്ട് പോണോണ്ട്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. തെങ്ങ് പറിക്കാൻ പോവാ, ഏണിമ കേറിയിട്ട്. തെങ്ങ് മുറിക്കാൻ പോവാ? അല്ല, മറ്റേ കരിക്ക് വച്ചൂടെ. തെങ്ങ് കയറ്റം. വെച്ചടി തെങ്ങ് കയറ്റം ജോലിയാ? പെയിന്റിങ്. ഷെഫിന്റെ മോള് കേറിയിട്ടില്ല പെയിന്റ് അടിക്കുക. അതിന് മാത്രല്ലല്ലോ വെച്ചടി കയറ്റോ? ജോലിയില് കയറ്റം കിട്ടിക്കൊണ്ടേ. അത് എല്ലാ ജോലിയിലും കിട്ടുമല്ലോ പ്രൊമോഷൻ. ജോലി ചെയ്യും തോറും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തും. ആൻസർ പറയാണ്ട് പറഞ്ഞ് എന്നിട്ടും കൂടി അതാണ് ആൻസർ എന്നുള്ളത് മൂപ്പര് തിരിച്ചു പറഞ്ഞിട്ടില്ല. തെങ്ങ് കഴിച്ചാണ് അതിന്റെ ആൻസർ. ഫസ്റ്റ് എന്താ പറഞ്ഞതിനെ കൊണ്ട്? അതാണ് ഉറപ്പ്. തെങ്ങി കയറിയിട്ട് കരിക്ക് പറിക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാനാ ജയിച്ചത്, നീ എടുത്തോ. അയ്യോ ലോലിപോപ്പ്. ഇത് കഴിച്ച് എനിക്ക് അടുത്ത് കുട്ടി കൊണ്ടുപോയി, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫൈനൽ ക്വസ്റ്റ്യൻ ഇട്ടോളെ. 5 ആയില്ലേ? 5 ക്വസ്റ്റ്യൻസ് ഒന്നും ആയിട്ടില്ല. 5 ആയി. എന്റെ ഒക്കെ സിമ്പിൾ ആയിട്ടോ. ഈ ഫുൾ വീഡിയോ ലെങ്ത് ആയിട്ട് പോകണം. നമുക്ക് ഇതോടെ സ്റ്റോപ്പ് ആക്കാം. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോ നീ ആൻസർ പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബിക്കോസ് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, നീ 1 പ്രാവശ്യം ജയിച്ചിട്ടില്ല. ആ ഒരു ചാൻസ് ഞാൻ നിനക്ക് തരാം, ജയിക്കാനുള്ള ഒരു ചാൻസ്. മാക്സിമം പറ്റിയെന്ന് ജയിച്ചു. അങ്ങനെയല്ല, ചീറ്റ് ചെയ്തിട്ടാണ് ജയിച്ചത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈനൽ. ലോകത്ത് ഏറ്റവും വലിയ പൊട്ടനാണ്? എത്രയല്ലേ എന്നെ കൊണ്ട് പറയാൻ പറ്റുള്ളൂ. എന്തിനാണ് അയാളുടെ വൈഫായതിലാണോ? അപ്പൊ എടുക്കല്ലേ ഞാനൊക്കെ തോറ്റത്. ഞാനെടുക്കാം. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അംഗീകരിച്ചു. അതന്നെ ഫണ്ണി ക്വസ്റ്റ്യൻസ് അല്ലേ. ലാസ്റ്റ് ജയിച്ചോട്ടെ പണ്ട് ഞാൻ. ഇതാകുമ്പോ നിനക്ക് കറക്റ്റ് ആൻസർ അറിയാലോ. കഴിഞ്ഞ നിന്റെ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന അവാർഡ്. അവാർഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്
നെറ്റില് സെർച്ച് ചെയ്തൂലേ? സെർച്ച് ചെയ്തപ്പോ കണ്ടതല്ലേ? സത്യം പറയണം. വാർഡ് പറയുമ്പോ ലാസ്റ്റ് അവാർഡ് ഇപ്പൊ എല്ലാരും കിട്ടണം പറഞ്ഞിട്ട് ആഘോഷിക്കുന്നു. ചെറുപ്പം മുതലേ ശരി ഒരു ക്വസ്റ്റ്യനും കൂടി. കഴിഞ്ഞു. ഇല്ല അല്ലല്ല നീ എടുക്ക്. ആക്ച്വലി ആയിരുന്നു വിന്നറിയോ? ഇത് ഫണ്ണി ക്വസ്റ്റ്യൻസ് അടിച്ചപ്പോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് അങ്ങനെ കണ്ടതാണ്. എനിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവൾക്ക് ആ 1 പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ആക്ച്വലി ഞാനാണ് വിന്നർ. ഓക്കെ ശരി, എടുത്തോ. ജയിച്ചാലും തോറ്റാലും ഇവിടെ ചാലഞ്ച് എന്തായാലും ചെയ്യണം. അത് മസ്റ്റാണ്. പച്ചമുളക് ഷുഗർ അത് ഞാൻ വേണമെങ്കിൽ കഴിക്കാം. അപ്പോഴേനെ ഉപ്പ് കഴിച്ചതിന്റെ ഹാങ് ഓവർ. ഓക്കെ, അതാ ഒരാള് ലോലിപോപ്പ് കാണിക്കും. ഇതായോ? അപ്പോ ഗൈസ്, ഫൈനലി ഐ ആം ദ വിന്നർ. ഇതുപോലെ ഓക്കെ, ഇതുപോലെ കുറെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഉറപ്പും വരുത്തിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും. ബിക്കോസ് ചലഞ്ചിങ് വീഡിയോ പെട്ടെന്ന് ചെയ്ത് കഴിയാൻ കഴിയൂല. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ക്ഷമിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ബെസ്റ്റ് വീഡിയോസ് തരാൻ ഞങ്ങൾ നോക്കാം. ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, പിന്നെ ഞാൻ ഇവളെ ചമ്മു എന്ന് വിളിക്കുന്നത് ഇവളുടെ പെറ്റ് നെയിമാണ്. അതുകൊണ്ടാണ് ചമ്മു എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ 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 ബൈ.